നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മരിക്കാത്ത സ്വപ്നങ്ങൾ എന്നാണ് കവിതയുടെ പേര്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ദിനം പ്രതി ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ. അതിൽ കുറേയെല്ലാം നമ്മൾ മറന്നു പോകും. അത് കാലത്തിൻ്റെ ഒരു വികൃതിയാണ് എന്ന് വേണേൽ പറയാം. അപ്പോൾ എല്ലാം നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതെല്ലാം നമ്മൾ സസൂക്ഷ്മം ഓർത്തുകൊണ്ടേയിരിക്കും. പലപ്പോഴായി, പല വട്ടം, പല രീതിയിൽ. അത് ആരുടെയും തെറ്റല്ല. നമ്മുടെ മനസ്സിൽ ഏൽക്കുന്ന പോറലുകൾ, ആ പോറലുകൾ എത്രമാത്രം അഗാധമാണ് അല്ലെങ്കിൽ എത്രമാത്രം ചെറുതാണ് എന്നൊന്നും നമുക്ക് പറയുക വയ്യ. പക്ഷെ നമ്മുടെ മനസ്സിൽ കോറിയിട്ട ചിന്തകൾ, അത് എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. ഒരാളിനെ എങ്ങനെ വിലയിരുത്തുന്നു, ഒരാളുടെ സൃഷ്ടിയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ നമുക്ക് പറയാവതല്ല. എൻ്റെ ഒരു സുഹൃത്ത് മുഹമ്മദ് എന്നാണ് എൻ്റെ ഓർമ്മ. 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പം നാട്ടിലുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ഖത്തറിൻ്റെയും സൗദിയുടെയും ബോർഡറിലുള്ള ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുക. അപ്പോൾ എന്നും രാത്രി 2:30 മണിക്ക് മുറിയിൽ നിന്നും ഇദ്ദേഹം തിരിക്കും. അവിടെ എത്തുമ്പോൾ ഏകദേശം 6 മണിയോട് അടുപ്പിച്ചാവും. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 4:30, 5 മണി കഴിയാണ്ട് എനിക്ക് ബസ് കിട്ടില്ല. അപ്പോൾ രാത്രി 2:30 മണിക്ക് ഞാനും പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് പോവുക. അവിടെ ഇമിഗ്രേഷൻ റൗണ്ട് അബൌട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം പുതിയ ബ്രിഡ്ജുകളൊക്കെ വന്ന് കാലത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന കാലം 1996-97 ആ കാലഘട്ടമാണ്. അപ്പോൾ അവിടെയുള്ള ഒരു വലിയ പള്ളിയുടെ നടയിൽ എന്നെ ഇറക്കി വിടും. എന്നിട്ട് ഇദ്ദേഹം അങ്ങ് പോകും. അപ്പോൾ എതിർച്ചയ എൻ്റെ എഴുത്തുപുരയും എൻ്റെ താമസ സ്ഥലത്തും വല്ലപ്പോഴും ഒരിക്കൽ വർഷങ്ങളോളം ഞങ്ങൾ വാഹനത്തിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റൂമിൽ 1-2 തവണയേ വന്നിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ 48 ഉദയവും 47 അസ്തമയവും എന്നുള്ള നോവൽ എനിക്ക് വായിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി. ഒരു 3-4 മാസം കഴിഞ്ഞ് പുസ്തകം തിരിച്ചു തന്നു. കേടുപാടുകളില്ലാതെ തിരികെ കൊണ്ടു തന്നു. അതിനുശേഷം ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം അതിലെ ആദ്യ അധ്യായത്തിൻ്റെ പകുതിയോളം ഭാഗം തെറ്റുകൂടാണ്ട് നല്ല ഓർമ്മയോടെ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഒരു മനുഷ്യന് എത്രമാത്രം ഏകദേശം 10-14 പേജുള്ള ഒരു അധ്യായത്തിലെ ഒരു 4-5 പേജിലെ സംസാരവും അതിലെ അവതരണവും എല്ലാം മനഃപാഠമാക്കി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. വർഷങ്ങൾക്ക് നീണ്ട തപസ്യയ്ക്ക് ശേഷം ഇന്നും ആ നോവലെടുക്കുമ്പോൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് അത് എഴുതിയത് ഇന്നും പറയാവതല്ല. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അത് വായിച്ചിട്ട് അതിലെ 6-7 പേജുകൾ മറവി കൂടാണ്ട് തെറ്റാണ്ട് എന്നെ വണ്ടിയിലിരുന്ന് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, ഓർമ്മകൾ, അതിൽ നിന്നുണ്ടാകുന്ന അനുഭൂതി വർണ്ണനാതീതമാണ്. അപ്പോൾ അതുപോലെയുള്ള നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ സുഖത്തെക്കാളേറെ വേദനകളാണ് അനുഭവിക്കുക.
100 സുഖങ്ങൾ നമുക്കുണ്ടായാൽ 10,000 ദുഃഖങ്ങളാണ് അതിൻ്റെ പിന്നിൽ. അതാണ് ജീവിതം. സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര മുഖങ്ങൾ നമ്മൾ കണ്ടു മറക്കുന്നു, ആരൊക്കെ ഓർമ്മിക്കുന്നു എന്ന് തന്നെ പറയായിക വയ്യ. അപ്പോൾ മനസ്സിനേൽപ്പിക്കുന്ന മുറിവുകളും മനസ്സിലേൽപ്പിക്കുന്ന നല്ല ചിന്തകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ കവിതയാണ് മരിക്കാത്ത സ്വപ്നങ്ങൾ. അതിലെ ഏതാനും വരികൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മനസ്സിനേറ്റ മുറിവുകൾ ഒരിക്കലും മറക്കാവതല്ല, മനസ്സിനേറ്റ മുറിവുകൾ ഒരിക്കലും മറക്കാവതല്ല. കാലം കടന്നാലും യുഗങ്ങൾ കടന്നാലും അനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണിവ. കാലം കടന്നാലും യുഗങ്ങൾ കടന്നാലും അനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണിവ. മനസ്സിനേറ്റ മുറിവുകൾ ഒരിക്കലും മറക്കാവതല്ല, കാലം കടന്നാലും യുഗങ്ങൾ കടന്നാലും അനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണിവ. അനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണിവ. ഇതേ തുടർന്നുള്ള വരികളും എൻ്റെ വിഷ്വൽസുമെല്ലാം നിങ്ങൾ കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.